കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്ന എല്ലാ പേരൻസിനും ഒരു സ്ട്രഗിളാണ്. അത് ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും. കുട്ടികൾക്ക് എങ്ങനെ ഹോംവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം, കുട്ടികളെ കൊണ്ട് തന്നെ ഹോംവർക്ക് എങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് നോക്കാം. ഞാൻ മേഘ്ന, പ്രയത്നിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ മടിക്കുന്നതിൽ പല റീസൺസ് കാണും. അതിലൊരു റീസണാണ് ചിലപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് തന്നെ തിരിച്ചു വരുമ്പോൾ ഉടനെ തന്നെ ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ പഠിപ്പിച്ച കണ്ടന്റ് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എങ്ങനെ ഹോംവർക്ക് അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ അഡൽട്ട് സൂപ്പർവിഷൻ ഇല്ലാത്തത് കൊണ്ടും കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ മടിക്കും. ഇനി എങ്ങനെ ഹോംവർക്ക് കുട്ടികൾക്ക് കൂടുതൽ ഈസിയർ ആക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുക എന്ന് പേരൻസ് പറയുന്നത് അവോയ്ഡ് ചെയ്യുക. അവർക്ക് കുറച്ച് ഫ്രീ ടൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് കൊടുത്തിട്ട് ഹോംവർക്ക് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലോ ഹോംവർക്ക് ഇരുത്തി ചെയ്യിപ്പിക്കാതെ നോക്കുക. ഹോംവർക്കിനായിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സ്പേസ് അലോട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം വെക്കുക. ബുക്സ്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് മാത്രമുള്ള ഒരു റൂം ഹോംവർക്കിനായിട്ടും പഠിക്കാനായിട്ടും അലോട്ട് ചെയ്യുക. പിന്നെ ഹോംവർക്ക് ചെയ്യാൻ ഒരു ടൈം സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാത്സ് ഹോംവർക്ക് ആണെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഇത്രയും ടൈമിനുള്ളിൽ തീർക്കാൻ കുട്ടീനെ എൻകറേജ് ചെയ്യുക. എൻ്റെ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ആ ടൈം കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ ചില പേരൻസിനും വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ ടൈം കാണത്തില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം കുട്ടീനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ പേരൻസ് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ അവർക്ക് മനസ്സിലാവും, അതായത് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. സ്കൂൾ കഴിഞ്ഞിട്ട് മാത്രമല്ല വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് വീട്ടിൽ വന്ന് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടും. പിന്നെ റിവാർഡ്സ് കൊടുക്കാം. ഹോംവർക്ക് തീർത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു റിവാർഡ് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് സ്കൂളിൽ പഠിപ്പിച്ച കാര്യം വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ വീട്ടിലാകുമ്പോൾ കുറച്ചുകൂടെ ടൈം ഉള്ളത് കൊണ്ട് എക്സ്പെരിമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, പുറത്ത് പോയിട്ട് പഠിപ്പിക്കാം. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ചാപ്റ്റർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകാം. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും, ലേണിങ്ങിൽ ഇൻട്രസ്റ്റ് ആവും. അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പിന്നെ ടീച്ചേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഹോംവർക്ക് ഒത്തിരി ലോഡ് ആണെങ്കിൽ ടീച്ചേഴ്സായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ വീട്ടിൽ ലേണിംഗ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഹോംവർക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്ന് ടീച്ചേഴ്സിനും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും.